തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും ഇരുതലമൂരിയുമായി 2 ആന്ധ്രാപ്രദേശ് സ്വദേശികൾ ഉൾപ്പെടെ 5 പേരെ പിടികൂടി. മുമ്പ് ഇവിടെ പഠിച്ച കേസിൽ ഇവർ തന്നെയാണോ? നിങ്ങൾക്ക് ഇവർക്ക് ഈ പരിപാടി ഉണ്ടെന്ന് മനസ്സിലായി? ഇവര് അവിടെ ആൾക്കാരൊക്കെ പരിചയമുണ്ടല്ലേ, ഇവര് ഗ്രാനൈറ്റ് തന്നെ ഇവര് കാണാൻ വേണ്ടി വന്നു. അപ്പോൾ പറഞ്ഞു അങ്ങനെ പരിപാടി പറഞ്ഞു. ഇവർക്ക് പരിപാടി ഉണ്ടെന്ന് കൊല്ലം സൈഡിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സനൂപ് കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയിലാണ് സംഘം പിടിയിലായത്. തൃക്കരിപ്പൂർ സ്വദേശികളായ ഭികേഷ് കെ, മനോജ് എം, പ്രദീപൻ ടി പി എന്നിവരും ആന്ധ്രാപ്രദേശ് സ്വദേശികളായ നവീൻ ടി, ചന്ദ്രശേഖർ കെ എന്നിവരുമാണ് പിടിയിലായത്. പ്രതികൾ സഞ്ചരിച്ച KL 86C 8024 നമ്പർ കാർ, KL 60V 9645 നമ്പർ സ്കൂട്ടിയും കസ്റ്റഡിയിലെടുത്തു. 25 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്താനായിരുന്നു ഇരുതലമൂരിയെ എത്തിച്ചിരുന്നത് എന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സനൂപ് കൃഷ്ണൻ പറഞ്ഞു. ഇന്ന് രാവിലെ ഒരു രഹസ്യവിവരം കിട്ടി. അതായത് ആന്ധ്രയിൽ ചിറ്റൂരിൽ നിന്നും ഇരുതലമൂരിയായിട്ട് 2 പേര് ട്രെയിനിൽ വരുന്നു. അത് പയ്യന്നൂർ വെച്ചൊരു കച്ചവടം ഉറപ്പിക്കുന്നതിൽ കണ്ടിട്ടുള്ള ഒരു രഹസ്യവിവരം നമുക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാഫ് മൊത്തം പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് മുന്നിലുള്ള കണ്ണങ്ങാട് റോഡിലുള്ള പാർക്കിംഗ് ഭാഗത്ത് എത്തുമ്പോൾ ഒരു കാറിലും സ്കൂട്ടറിലും വന്ന് 2 ടീം തമ്മിൽ ഇത് ഇരുതലമൂരി ഇറങ്ങിയ ഒരു ബാഗ് കൈമാറുമ്പോൾ നമ്മൾ കൈയോടെ പിടികൂടുകയും അത് ആന്ധ്രയിൽ നിന്നുള്ള ഒരു ചന്ദ്രശേഖർ, നവീൻ എന്നിവരും അവരെ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ സ്വദേശികളായ പ്രദീപ്, മനോജ്, ഭികേഷ് എന്നിങ്ങനെ 5 പേരെ കൈയോടെ പിടികൂടുകയും കൂടുതൽ ചോദ്യം ചെയ്തതിനായി തളിപ്പറമ്പ് റേഞ്ച് ഓഫീസ് കൊണ്ടു ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഏകദേശം 25 ലക്ഷം രൂപ വില പറഞ്ഞിട്ടാണ് ഈ കച്ചവടം ഉറപ്പിച്ചിട്ടുള്ളത്. ഇരുതലമൂരിയാണ് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഡോക്ടറെ കാണിച്ച് അതിൻ്റെ ഫിറ്റ്നസ് എടുത്തിട്ടുണ്ട്. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രഞ്ജിത്ത് എം, BFOമാരായ മുഹമ്മദ് ഷാഫി KV, ജിജേഷ് MK, സൗമ്യ CK, മിന്നു ടോമി എന്നിവരും പ്രതികളെ പിടികൂടിയ സ്ഥലത്തിലുണ്ടായിരുന്നു.